എന്തായാലും ആ വീട് സ്വത്തുമെല്ലാം ഏട്ടൻ എനിക്ക് എഴുതി തന്നു കഴിഞ്ഞു. അയ്യോ, എത്രയും പെട്ടെന്ന് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി തന്നോളണം. ചെറുപ്പത്തിലെ നിങ്ങൾ ഒന്നിച്ചായിരുന്നല്ലോ കൂട്ട്. രണ്ടുപേരും കൂടി കുട്ടിയും കോലും കളിക്കാൻ വള്ളി നിക്കർ വിട്ട് നിൽക്കുന്ന രൂപ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും വരുന്നത്. അതൊക്കെ ഒരു കാലം സത്യമേ. വിഷ്ണുവിന് അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. പേടിയും അമ്മയും മാത്രമായിരുന്നു. എന്ത് കുരുത്തക്കേട് കാണിക്കുമ്പോഴും അമ്മ അറിയരുതെന്ന് പറയും. എന്നാ കുരുത്തക്കേട് കാണിക്കാതിരിക്കോ? അതൊട്ടില്ലതാനും. അങ്ങനെ അമ്മ അറിയാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. അതായിരിക്കും ഈ മാറി നിൽക്കുന്നതിന്റെ കാരണം. വിഷ്ണു വരും. നിങ്ങളെയൊക്കെ വിട്ട് വിഷ്ണുവിന് മറ്റൊരു ലോകമില്ല. വിഷ്ണുവിനെ പോലെ തന്നെയാ എനിക്ക് നീയും. നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് പറഞ്ഞതും വിഷ്ണു തന്നെയായിരുന്നു. എന്റെ മകൻ ഡോക്ടറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവനതിന് കഴിഞ്ഞില്ല. അവനതിന് ചൂണ്ടിക്കാണിച്ചത് നിന്നെ തന്നെയാ. അമ്മയും അച്ഛനും വയസ്സാകുമ്പോ ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ കിട്ടിയാ പോരെ. അതിന് ഈ സതീഷ് ബെസ്റ്റ് ആണെന്ന് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതിപ്പോ ഫലിച്ചിരിക്കുക. അച്ഛനെയും അമ്മയും മാത്രമല്ല, ഞാൻ അവനെയും ചികിത്സിച്ചു എന്ന് ഈ അമ്മയോട് ഞാൻ എങ്ങനെ പറയും? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? രാഘവേട്ടന്റെ കാര്യമാണോ? സതീഷ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറ്റെന്തെങ്കിലും സ്കാനിങ്ങോ മറ്റോ നടത്തേണ്ടി വരുമോ? ഏയ്, ഞാൻ പറഞ്ഞില്ലേ, അളവിൽ കൂടുതൽ മദ്യം അകത്ത് ചെന്നിട്ടുണ്ട്. മദ്യപിക്കാത്ത ആളായിരുന്നില്ലേ രാഘവൻ സാറ്? അപ്പൊ പിന്നെ ഇതാരോ മനഃപൂർവ്വം കുടിപ്പിച്ചതാ. ബോധം കെടുത്തണമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള കുടിപ്പിക്കല്. ഇനി പുറത്തുവിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാ മതി. എങ്കിൽ ഞാൻ ഇറങ്ങാൻ സത്യമേ. എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് കൂടിയുണ്ട്. ശരി മോനെ. അപ്പോ ഇത് ഉപേന്ദ്രൻ ചതിച്ചത് തന്നെ. അത് അവനെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഇനി ചേട്ടനെ തിരക്കി വന്ന കൂടെ വിടില്ലെന്ന് തന്നെ പറയാം. പൊന്നി, എന്റെ ഫോണിങ് എടുത്തോണ്ട് വന്നേ. എന്താ പിന്നെ? സത്യമ്മ ഫോൺ എടുത്തോണ്ടെല്ലാം പറഞ്ഞു. ദേ അവിടെ ഇരിപ്പുണ്ട്. ആ, സത്യമേ, അയ്യോ, ഏടത്തി അമ്മയോ, ഇതെന്ത് പറ്റി? പതിവില്ലാതൊരു വിളി. ഡാ, രാഘവേട്ടനെ വന്ന് കൂട്ടിക്കൊണ്ടു പോയത് ചേട്ടനെ കുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയായിരുന്നു അല്ലേടാ? പിന്നെ നിങ്ങൾ എന്ത് കരുതി? ഏട്ടനെ തോളി കയറ്റിയിരുത്തി നാട് നീളെ തുള്ളിക്കൊണ്ട് നടക്കാൻ പോവാണെന്നോ? കൊണ്ടുപോകും ഞാൻ അങ്ങേരെ തെക്കേ പുറത്തേക്ക്, അങ്ങേരുടെ ശവം എടുക്കുമ്പോ. ഉപേന്ദ്ര, നീ അപ്പൊ കാണിച്ച സ്നേഹവും അതിര് കവിഞ്ഞുള്ള വിനയവും തട്ടിപ്പായിരുന്നു അല്ലേ? പിന്നല്ലാതെ. അവിടെ ഒന്ന് കയറിപ്പറ്റാൻ വേണ്ടി ഞാനൊരിക്കൽ തന്ത്രങ്ങളിലായിരുന്നു എല്ലാം. എന്റെ മുതല് എന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ വേണ്ടി ഞാനൊരിക്കൽ കെണി. നിന്റെ മുതലോ? ഇതേ ഈ വീട് ഞാനും എന്റെ ഭർത്താവും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്തായാലും ആ വീട് സ്വത്തുമെല്ലാം ഏട്ടൻ എനിക്ക് എഴുതി തന്നു കഴിഞ്ഞു. അയ്യോ, എത്രയും പെട്ടെന്ന് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി തന്നോളണം. നാളെ ഞാനിത് രജിസ്റ്റർ ആക്കി കഴിഞ്ഞാ പിന്നെ ഒരൊറ്റ ഒരെണ്ണത്തിന് അവിടെ കണ്ടുപോകരുത്. ചതിയാ. നീ അപ്പൊ എല്ലാം കണക്ക് കൂട്ടിയായിരുന്നു ഇവിടെ വന്ന് കയറിയതല്ലേ? പിന്നെ നിങ്ങളുടെ ക്ഷേമം തിരക്കാൻ വന്നാണെന്ന് കരുതിയോ? നാളെ ഞാനും എന്റെ ആൾക്കാരും അവിടെ വരും. അതിനു മുമ്പ് എല്ലാവരെയും വിളിച്ച് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഹലോ,
പിള്ളേ, ചതിച്ചല്ലോ പിള്ളേ. രാഘവേട്ടനെ കൊണ്ട് എല്ലാം എഴുതി വാങ്ങിപ്പിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും പൊന്നി? എനിക്കറിയില്ല പിള്ളച്ചേട്ടാ. ശോ, ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? എത്രയായി? 100. എന്താണ് പുതിയ വിശേഷം? ഇനി വിശേഷങ്ങൾ നടക്കാൻ പോകുന്നത് മാണിക്കോത്തെ വീട്ടിലാ. ഞാൻ ചേച്ചി പറഞ്ഞ പോലെ കൂടും കുടുക്കയൊക്കെ എടുത്ത് ശിവന്റെ വീട്ടുപടിക്കൽ എത്തി. എങ്കിലിനി ഒട്ടും വൈകിക്കണ്ട. നിനക്ക് അവകാശമുള്ള വീട്ടിലേക്ക് അധികാരത്തോടെ കടന്നു ചെല്ലണം. തടയാൻ ചിലപ്പോ അവന്റെ അച്ഛനും അമ്മയൊക്കെ വന്നെന്നിരിക്കും. ശക്തമായി തന്നെ പറയണം, ഞാൻ അവന്റെ ഭാര്യയാണ്, ഞാൻ ഇനി ജീവിക്കേണ്ടത് ഈ വീട്ടിലാണെന്ന്. ഇവിടുന്ന് എന്നെ ഇറക്കിവിടാൻ ആർക്കും ആവില്ല. പക്ഷെ അവരെ അടിച്ചു പുറത്താക്കിയാൽ? നീ പെണ്ണല്ലേടി. പെണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണകിയാ. ഒരു നഗരം ചുട്ട് ചാമ്പലാക്കാൻ പെണ്ണിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ചുടുചോര കണ്ണീരിന് കഴിയും എന്ന് വിശ്വസിക്കുന്നവർ. പെണ്ണിനെ തൊട്ടാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവുമെന്ന് ഉച്ചത്തിലങ്ങ് വിളിച്ചു പറയണം. എന്നിട്ടും അടങ്ങിയില്ലെങ്കിൽ ഗേറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കണം. അതിനൊരു കാരണം വേണ്ടേ? ഗേറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ഏതൊരു പെണ്ണിനും ഗർഭമുണ്ടായിട്ടാണോ സത്യാഗ്രഹം ഇരിക്കുന്നത്? നമ്മളങ്ങ് ഇരുന്നാ മതി. ഗർഭവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മീഡിയക്കാര് നോക്കിക്കോളൂ. കൃത്യം മാസക്കണക്ക് വരെ അവരൊരു ഉളുപ്പും ഇല്ലാതെ വിളിച്ച് പറയുകയും ചെയ്യും. നീ അങ്ങോട്ട് കേറടി കൊച്ചേ. മാണിക്കോത്തെ മഹേന്ദ്രൻ നിന്ന് വിറയ്ക്കുന്നത് നിനക്ക് കൺമുന്നിൽ കാണാം. ചെന്ന് ധൈര്യമായിട്ട് പറ, നീ അവിടെ പൊറുക്കാൻ വന്നതാന്ന്. അല്ല, തുണിക്കെട്ടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതുണ്ട്. എന്നാ ചെന്ന് കുടിയേറി പാർത്തോ. 2 കിട്ടിയാലും പിടിച്ചിടം ജയിച്ചിട്ടേ ഇറങ്ങാവൂ. ഓക്കെ ചേച്ചി. എന്നാ പിന്നെ ഇനി ഇവിടുത്തെ അംഗം കഴിഞ്ഞ് വിളിക്കാം. ശരി. അല്ല, എങ്ങോട്ട്? എനിക്കൊന്നകത്ത് പോണം. ഇവിടുത്തെ പുതിയ കൊച്ചമ്മയാ.